ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഷൈൻ നമുക്ക് വർക്കിന് കയറ്റിയിട്ടുണ്ട്. BS6 മോഡൽ വണ്ടിയാണ്. നമുക്കതിനകത്ത് പറഞ്ഞേക്കണെന്ന് പറയുന്നത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിന് ഒരു കല്ലപ്പ് പോലെ ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇൻഡിക്കേറ്റർ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് സൗണ്ട്, അതേപോലെ തന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗത്ത് മൺഗാർഡ് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. റൈറ്റ് സൈഡ് റിയർ കൗള് ചെക്കപ്പ്, അതായത് ബാക്ക് സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഷെയ്ക്ക് ഇതിവിടെ ഒരു അരിച്ചിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും റബ്ബറൊക്കെ വെച്ച് പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ. കാരണം അത് ഒരുപാട് നമുക്ക് ബോൾട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നീട് നമുക്ക് അഴിക്കൽ നടക്കില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫൈബർ ആയതുകൊണ്ട് തന്നെ ആ വണ്ടി ഷെയ്ക്ക് ആവുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 47,961, 47,961 കിലോമീറ്റർ റീഡിങ് വന്നെ. സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. ഹബിനകത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തായാലും ഓക്കെയാണ്. ബാക്ക് ടയറൊക്കെ ആയാലും പുതിയ ടയർ അടക്കണേ. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യണം. ഓയിലും ഓയിൽ ഫിൽറ്ററും മാറ്റുന്നുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2025 ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റും കൂടി ഒന്ന് കൂട്ടത്തിൽ നടത്തി വിടണമെന്നുള്ളൂ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 10.15. നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അതിൻ്റെ ടെർമിനലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ക്ലാവ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ ക്ലാവ് പിടിക്കാതിരിക്കാനുള്ളൊരു സൊല്യൂഷൻ അടിച്ചിട്ടേക്കാം. ഇതിനകത്ത് എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തു. നല്ല ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും അത്യാവശ്യം നല്ല പ്ലഗ് കിടക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പ്ലഗും ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടുണ്ട്. ഹെഡ് ഗ്യാസ്കറ്റ് ലീക്ക് വന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റി റീസെറ്റ് ആക്കാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യമുണ്ട്. ബ്രേക്കിൻ്റെ ബ്രാക്കറ്റ്, കാലിപ്പർ ബ്രാക്കറ്റാണത്. അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ MC സബ്ബാണ് കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആരംഭമാണ്. തൽക്കാലം നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകാം. ഒരു കല്ലപ്പ് പോലെ തന്നെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാം. അതാണ് നമുക്കതൊന്ന് ചെയ്യാനുള്ളൂ. മാക്സിമം നമുക്കത് അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ഫ്രണ്ട് ഫോർക്കൊക്കെ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ടും ബാക്കും ഷോക്ക് അബ്സറൊക്കെ നോക്കി. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ നോർമൽ നമുക്ക് സർവീസിൻ്റെ വർക്കുകളുള്ളൂ. പിന്നെ ആ ബോഡി ഫ്രണ്ട് സൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൗണ്ട്, അതേപോലെ തന്നെ ബാക്കിലത്തെ വൈസറിൻ്റെ ഭാഗത്ത് ചെറിയ സൗണ്ട്, അല്ല ബാക്ക് റിയർ കവളുടെ ഭാഗത്ത് ചെറിയ സൗണ്ട്, അതൊക്കെയാണ് പറഞ്ഞേക്കണം അവർക്ക്. അപ്പം അത് ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. നമുക്ക് ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തീരുള്ളൂ. വാഷിംഗ് കൂടി ഉള്ളതുകൊണ്ട് അത് 6 മണിയൊക്കെ ആവും എന്തെങ്കിലും തീരും കേട്ടോ. ഞാൻ കഴിയുമ്പോഴത്തേക്കും കോൺടാക്ട് ചെയ്തോളാം.